പഹൽഗാം ആക്രമണത്തിനുള്ള ഭാരതത്തിൻ്റെ മറുപടി തുടങ്ങിക്കഴിഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെയാണ് മറുപടി തുടങ്ങിയത്. ഇപ്പോൾ ആ മറുപടി നയതന്ത്ര തലത്തിൽ മാത്രം ഒതുങ്ങുന്നു. പക്ഷേ ഇപ്പോൾ നിലവിൽ പ്രഖ്യാപിക്കപ്പെട്ട നയതന്ത്ര മറുപടിയുടെ കാണാപ്പുറങ്ങളിലേക്ക്, വരും വരാഴികകളിലേക്ക്, പരിണിത ഫലങ്ങളിലേക്ക് ഒരു എത്തിനോട്ടം, അതാണ് ഈ സംസാരത്തിൻ്റെ ഇതിവൃത്തം. നോക്കൂ, കൃത്യമായ ഒരു ഹോംവർക്ക് നടത്താൻ ലഭിച്ചത് കേവലം 24 മണിക്കൂറോളം മാത്രമാണ്. കാരണം ആക്രമണം നടക്കുന്നത് ഒരു ദിവസം രാവിലെ ഒരു 9-10 അല്ല ഉച്ചയ്ക്ക് 1 മണിയോട് അടുപ്പിച്ചുള്ള സമയത്താണ്. അതിനുശേഷം പിന്നീട് 24 മണിക്കൂറിനുള്ളിൽ തന്നെ പ്രധാനമന്ത്രി നാട്ടിലെത്തുന്നു. സൗദി സന്ദർശനത്തിന് പോയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരതത്തിലെത്തുന്നു പിറ്റേന്ന് രാവിലെ. അതിനുശേഷം നിരന്തരമായ കൂടിക്കാഴ്ചകളായിരുന്നു നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവൽ, വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി, അതുപോലെ വിദേശകാര്യമന്ത്രി ജയശങ്കർ, ഇങ്ങനെ വിവിധങ്ങളായ ആളുകൾ, ക്യാബിനറ്റ് സെക്രട്ടറി, ഡിഫൻസ് സെക്രട്ടറി എന്നുവേണ്ട ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുമായും നേതാക്കളുമായും ചർച്ച ചെയ്തു. ഇത് ചർച്ച ചെയ്തത് ഔപചാരികമായി ഒരു തീരുമാനത്തിലെത്തണം, മറുപടി കൊടുക്കുന്നത് എങ്ങനെ, റെസ്പോൺസ് എങ്ങനെയാവണം എന്നതിന് വ്യക്തമായ ഒരു സൂചന കിട്ടുന്നത് വൈകുന്നേരമാണ്. പിറ്റേന്ന് വൈകുന്നേരമാണ്, ആക്രമണം നടന്നതിൻ്റെ പിറ്റേന്ന് വൈകുന്നേരമാണ് ആ റെസ്പോൺസ്. അത് സുരക്ഷാകാര്യ ക്യാബിനറ്റ് സമിതി, പ്രധാനമന്ത്രിയും ക്യാബിനറ്റ് മന്ത്രിമാരും ചില ഉന്നത ഉദ്യോഗസ്ഥന്മാരും, ഡിഫൻസ് സെക്രട്ടറി, ഫോറിൻ സെക്രട്ടറി, അതുപോലെ വിക്രം മിശ്രി ഉൾപ്പെടെയുള്ള ആളുകൾ, ഡിഫൻസ് സെക്രട്ടറി ഉണ്ട്, ധനകാര്യ സെക്രട്ടറി, അങ്ങനെ പ്രധാനപ്പെട്ട ഗവൺമെൻറ് ക്യാബിനറ്റ് സെക്രട്ടറി എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഒരു വലിയ ഒരു ബ്രെയിൻ സ്റ്റോമിങ് നടക്കുകയാണ്. 2.5 മണിക്കൂർ നീണ്ടുന്ന ആ ഒരു ചർച്ചയ്ക്കൊടുവിൽ പ്രഖ്യാപനം വന്നു. ആരും പ്രതീക്ഷിച്ചില്ല. ഒരു സീരീസ് ഓഫ് പ്രഖ്യാപനങ്ങൾ ഒറ്റയടിക്ക് വരുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. തിരിച്ചടി ഉണ്ടാകുമെന്നറിയാം, പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നറിയാം. ആ പ്രഖ്യാപനങ്ങൾ 5 പ്രധാനപ്പെട്ട മേഖലകളിലാണ്. എല്ലാം നയതന്ത്രപരമായ കാര്യങ്ങളാണ്. ഒന്ന്, റിവർ വാട്ടർ. അത് ഒരു വലിയ വൈകാരിക വിഷയമാണ്. സിന്ധു നദീജല കരാർ അത് ഭാരതം മരവിപ്പിച്ചിരിക്കുന്നു. അത് പൂർണ്ണമായി തള്ളിക്കളഞ്ഞു എന്നർത്ഥമില്ല. അത് മരവിപ്പിച്ചിരിക്കുന്നു, താൽക്കാലികമായിരിക്കാം, പക്ഷേ അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ്. അതേക്കുറിച്ച് മാത്രമായി ഞാനൊരു വീഡിയോ, ആ ജല ബോംബ്, ഞാൻ അത് കരുതുന്ന ഒരു ജല ബോംബാണ് അത്. പല മടങ്ങ് പ്രഹരശേഷിയുള്ള ജലബോംബ് എങ്ങനെ പാകിസ്ഥാൻ്റെ കർഷകരെ, പാകിസ്ഥാൻ്റെ സമ്പദ് വ്യവസ്ഥയെ ആത്യന്തികമായി ബാധിക്കും എന്നതിനെക്കുറിച്ച് പ്രത്യേകമായി ഞാനൊരു വീഡിയോ ചെയ്യുന്നത് കൊണ്ട് അതിപ്പോൾ വിവരിക്കുന്നില്ല. അത് വലിയ ഇമ്പാക്റ്റാണ്. പക്ഷെ മറ്റു കാര്യങ്ങളെല്ലാം പൂർണ്ണ നയതന്ത്ര കാര്യങ്ങളാണ്. വാഗ ബോർഡർ അടച്ചിരിക്കുന്നു. അട്ടാരി വാഗ ബോർഡറിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കയറ്റിറക്കങ്ങൾ അനുവദിക്കില്ല. പാകിസ്ഥാനിലേക്ക് പോയ ആളുകൾ, ഇന്ത്യൻ പൗരന്മാർ, അവർക്ക് തിരിച്ചു വരാൻ സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നു. മെയ് 1 മുൻപ് കൂട്ടിൽ കയറിക്കോണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തിരിച്ച് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിൽ എത്തിയ ആളുകൾ ഉടനടി തിരിച്ചു പോകണം. 48 മണിക്കൂർ സ്പെഷ്യൽ വിസ, അതായത് സാർക്ക് വിസ എന്ന് പറയും. സ്പെഷ്യൽ വിസയിലെത്തിയവർ 48 മണിക്കൂറിനുള്ളിലും, അല്ലാതെ ഉള്ള വിസയിലെത്തിയവർ ഒരു കുറച്ചുകൂടെ സമയമെടുത്തുകൊണ്ട് മെയ് 1-നകവും തിരിച്ചു പോയിക്കൊള്ളണം. അതുപോലെ ഫ്രഷ് വിസ ഇനിയും ഇഷ്യൂ ചെയ്യില്ല. പാകിസ്ഥാനീസ് ആർ നോട്ട് വെൽക്കം ഹിയർ. അതൊക്കെ പ്രതീക്ഷിച്ച നടപടികൾ തന്നെയാണ്. സാധാരണ ഒരു ഭീകരാക്രമണം ഉണ്ടാകുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നത് തന്നെയാണ്. അതിർത്തി അടക്കിയ കാര്യങ്ങളൊക്കെ നയതന്ത്ര തലത്തിലും പ്രതീക്ഷിച്ച കാര്യങ്ങളാണ് സംഭവിച്ചത്. എന്താണ് പ്രതീക്ഷിച്ചത്? ഉദ്യോഗസ്ഥന്മാരെ, എന്ത് പ്രകോപനം ഉണ്ടാകുമ്പോഴും രാജ്യങ്ങൾ ചെയ്യുന്ന ആദ്യ പ്രതികാര നടപടി എന്ന് പറയുന്നത് നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരെ പിൻവലിക്കുകയും മറ്റൊരു രാജ്യത്തിന് സ്വന്തം രാജ്യത്തുള്ള നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരെ തിരിച്ചയക്കുകയും, പൂർണ്ണമായി മിഷൻ വെട്ടിക്കുറയ്ക്കാറില്ല, പൊതുവെ എണ്ണത്തിൽ കുറവ് വരുത്തുകയാണ്. പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഇൻ ഇന്ത്യ, ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഇൻ പാകിസ്ഥാൻ, ഈ രണ്ടിടത്തും 55 ജീവനക്കാർ വീതമാണുള്ളത്. 2 രാജ്യങ്ങളും അത് 30ലേക്ക് ചുരുക്കിക്കൊണ്ട് വരികയാണ്. 30-ന് മീതെയുള്ള ആളുകളെ പാകിസ്ഥാൻ നയതന്ത്രജ്ഞരെ ഇന്ത്യ പറഞ്ഞുവിടും. ഇന്ത്യയിൽ നിന്ന് 30 പേരെ അവിടെ നിലനിർത്തി ബാക്കിയുള്ളവരെ പിൻവലിക്കുന്ന ഒരു കാഴ്ചയാണ്. അതോടൊപ്പം തന്നെ ഈ സൈനിക അറ്റാഷമാർ, അതായത് നേവൽ, ആർമി, എയർഫോഴ്സ് അറ്റാഷമാർ പാകിസ്ഥാനിലുണ്ട്. എംബസിയുമായി ചേർന്നുള്ള ഡിഫൻസ് മിലിറ്ററി അറ്റാഷമാരുണ്ട്. അവരെ
തിരിച്ചു വിളിക്കുകയാണ്. ഇവിടെ നിന്നുള്ള പാകിസ്ഥാൻ അറ്റാഷമാരെ ഇന്ത്യയും തിരിച്ചയക്കുകയുമാണ്. അപ്പോൾ ആ രീതിയിലാണ് നടപടികൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ ജല ബോംബ് ഒഴിച്ചാൽ മറ്റു കാര്യങ്ങൾ വലിയ ഒരു പ്രത്യാഘാതമുണ്ടാക്കാൻ പര്യാപ്തമാണ് എന്നിപ്പോൾ കരുതാനാവില്ല. കാരണം അതൊരു റുട്ടീൻ എക്സസൈസ് മാത്രമാണ്. മുൻകാലങ്ങളിലും അത് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും അത് തുടരുന്നു. അതിലെന്താണ് പുതുമ എന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷേ അതിന് പീപ്പിൾ ടു പീപ്പിൾ കോൺടാക്റ്റിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. ഇന്ത്യക്കാരുടെ ബന്ധുക്കൾ പലരും പാകിസ്ഥാനിലാണ്, പാകിസ്ഥാൻ്റെ ആളുകൾ പലരും ഇന്ത്യയിൽ ചികിത്സയ്ക്കായി വരുന്നു. അവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. ഇന്ത്യയുടെ ചികിത്സ തേടി വരുന്ന ബംഗ്ലാദേശികളുണ്ട്, പാകിസ്ഥാനികളുണ്ട്, നേപ്പാളികളുണ്ട്, അയൽ രാജ്യങ്ങളിലെ ആളുകളുണ്ട്. മാലദ്വീപിൽ നിന്ന് നമുക്കറിയാം ഈ ചികിത്സയ്ക്കൊക്കെ ആയിട്ട് എത്ര പേരാണ് കേരളത്തിൽ തന്നെ വരുന്നത്. അതെല്ലാം ഒറ്റയടിക്ക് പാകിസ്ഥാനിൽ നിന്നും വരുന്ന ആളുകൾ ഒറ്റയടിക്ക് അവരുടെ സന്ദർശന അനുമതി നിഷേധിക്കപ്പെടുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു മൈനർ ഇമ്പാക്റ്റാണ്. ഇനി ഞാൻ യഥാർത്ഥ തിരിച്ചടി സാധ്യതകളെക്കുറിച്ച് ഒരു വിശകലനം കൂടി നടത്തുമ്പോൾ മാത്രമേ ഈ ചിത്രം പൂർത്തിയാകൂ. നയതന്ത്ര തിരിച്ചടി പ്രഖ്യാപിച്ചത് ഇതൊക്കെയാണെങ്കിലും പ്രഖ്യാപിക്കാത്തതും എന്നാൽ പശ്ചാത്തലത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നതുമായ തിരിച്ചടികളാണ് പ്രധാന ഇതിവൃത്തമായി ഞാനിതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതിലൊന്ന് ലോക രാജ്യങ്ങളെ കോൺഫിഡൻസിൽ എടുക്കുക എന്നതാണ്. ഇപ്പോൾ തന്നെ ലോകരാജ്യങ്ങളുടെ ഇവിടെയുള്ള ഏതെല്ലാം രാജ്യത്തിന് ഇന്ത്യയിൽ, പ്രധാന രാജ്യങ്ങൾക്ക് ഇന്ത്യയിൽ എംബസിയോ ഹൈക്കമ്മീഷനോ ഉണ്ടോ, അവിടുത്തെ ഉന്നത നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരോട് ഇന്ത്യ കാര്യങ്ങൾ വിവരിക്കുന്ന തിരക്കിലാണ്. കാരണം അവർ മനസ്സിലാക്കണം. അതിനു മുൻപ് തന്നെ ഫാക്ട് ഫൈൻഡിങ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഭീകരർ പാകിസ്ഥാനിൽ പരിശീലനം ലഭിച്ച പാക് പൗരന്മാരായ ആളുകളാണ് എന്നതിൻ്റെ വ്യക്തമായ തെളിവുകൾ നമ്മൾ അവരോട് ഷെയർ ചെയ്താൽ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി കൂടെ നിൽക്കും എന്ന ഇന്ത്യയുടെ ഒരു ചിന്ത. ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് പലപ്പോഴും പൊളിറ്റിക്കൽ ഒബ്ജക്റ്റീവ്സാണ്, അവരുടെ ദേശീയ താല്പര്യം അനുസരിച്ചാണ് തീരുമാനമെടുക്കുന്നത്. എങ്കിൽ പോലും പൂർണ്ണമായ നിഷ്പക്ഷ രാജ്യങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ ഒരു വികാരം ഇന്ത്യക്ക് ഒരു മൊമെൻറ്റം എന്ന രീതിയിൽ കൂടെ കൊണ്ടുപോകണമെങ്കിൽ അത് ആവശ്യമായി വന്നേക്കാം. അതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ഇവിടെ നോക്കൂ, 7 ഭീകരരാണ്. കൃത്യമായി 6 പേരാണ് ഉള്ളതെന്നായിരുന്നു കഴിഞ്ഞ ദിവസം വിശ്വസിച്ചത്. എങ്കിൽ പോലും 7 ഭീകരരുടെ ഒരു എസ്റ്റിമേറ്റാണ് കഴിഞ്ഞ ദിവസം കൂടിയ സുരക്ഷാകാര്യ ക്യാബിനറ്റ് സമിതിയിൽ എത്തിച്ചേർന്നത്. അതിൽ 4 പേർ ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത് AK-47 റൈഫിളുമായി നേരിട്ട് പോയിന്റ് ബാങ്കിൽ നിന്നുകൊണ്ട് നിറയൊഴിച്ചതാണ്. അവർ നിറയൊഴിച്ച ഒരു പാറ്റേൺ, ആ പാറ്റേൺ എന്ന് പറഞ്ഞാൽ തലയ്ക്ക് നേരെ വെടിവെക്കുകയാണ്. തലയിലാണ് വെടിവെച്ചിരിക്കുന്നത്. 26 പേര് മരിച്ചതിൽ 16 പേരുടെയും തലച്ചോറ് ചിതറിയാണ് അവർ മരിക്കുന്നത്. ദേഹത്ത് വെടിയേറ്റ് മരിച്ചവർ മറ്റുള്ളവരുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ ലോങ് ഡിസ്റ്റൻസിലാണ്. അവർ പേര് ചോദിക്കുന്നു, മതപരമായ ഐഡൻറ്റിറ്റി മനസ്സിലാക്കുന്നു, വെടിവെക്കുന്നു. അല്ലെങ്കിൽ അവരുടെ ഐഡൻറ്റിറ്റി രേഖകൾ പരിശോധിക്കുന്നു. അപ്പോൾ അതിനെല്ലാം കുറച്ച് സമയമെടുത്തിട്ടുണ്ടാകും. ആകെ 3/4 മണിക്കൂറോളം ആ താണ്ഡവം തുടർന്നു എന്നാണ് കരുതുന്നത്. ഈ 3/4 മണിക്കൂറിനുള്ളിൽ തന്നെ അവർ കൃത്യം നിർവഹിക്കുകയും വനത്തിനുള്ളിൽ, പൈൻ ഫോറസ്റ്റിനുള്ളിൽ മറയുകയും ചെയ്തു. പക്ഷേ ഇവരെ കുറിക്കുന്ന വ്യക്തമായി 4 പേര്, വെടിയുതിർത്ത 4 പേര്, അല്ലാത്ത 4 പേര്, അതിൽ 2 പേരെങ്കിലും തദ്ദേശവാസികൾ തന്നെയാണ്. കാരണം ഇന്ത്യക്കാരാണ്. അവർ ഏതാനും വർഷം മുൻപ് അതവർ തൊട്ടടുത്ത് തന്നെയുള്ള ആളുകളാണ്. ഈ പറയുന്ന കുപ്വാര മേഖലയിലും രജൗരി പൂഞ്ച് മേഖലയിലൊക്കെയുള്ള ആളുകളാണ്. അവർ പാകിസ്ഥാനിൽ പോയി പരിശീലനം ലഭിച്ച് തിരിച്ചെത്തി. അപ്പോൾ ഇന്ത്യക്ക് അവരെക്കുറിച്ചുള്ള വ്യക്തമായ രേഖകളുണ്ട്, യാത്രാ ചാർട്ടുകളുണ്ട്. പാകിസ്ഥാൻ ബന്ധം തെളിയിക്കാൻ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് കടന്ന് അവിടെ ഭീകര ട്രെയിനിങ് ലഭിച്ചതിന് ശേഷം അതിർത്തി കടന്ന്, മാസങ്ങൾക്ക് മുൻപ് തന്നെ അതിർത്തി കടന്ന് വനമേഖലയിൽ ഒളിച്ചിരുന്നതിന് ശേഷം നിശ്ചിത ദിവസം, ആരും പ്രതീക്ഷിക്കാത്തൊരു ദിവസം ആക്രമണം നടത്തി എന്ന് തെളിയിക്കാൻ തക്ക രേഖകളാണ് ഭാരതത്തിന് കൈവശമുണ്ട് എന്ന് ക്യാബിനറ്റ് സമിതിയിലുള്ള ഒരു ചിന്ത അങ്ങനെയായിരുന്നു. അതിനുശേഷം യഥാർത്ഥത്തിൽ മറ്റ് 4 പേർ, അവരുടെ എല്ലാം ചിത്രങ്ങളുണ്ട്. ഈ 4 പേർ ഒരുമിച്ച് നിൽക്കുന്ന ചിത്രങ്ങൾ ഇപ്പോൾ ഇന്ത്യ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ 7 പേര് അവരുടെ ഐഡൻറ്റിറ്റി വ്യക്തമായി അവർ പാകിസ്ഥാൻകാരാണ് എന്നതിൻ്റെ സ്ഥിരീകരിക്കുന്ന തെളിവുകൾ ഇതാണ് ആവശ്യം. കാരണം ബോംബെ ഭീകരാക്രമണത്തിലും അങ്ങനെയാണ് സംഭവിച്ചത്. ആമിർ അജ്മൽ കസബിനെ നമ്മൾ ജീവനോടെ പിടികൂടി എന്നോർക്കണം. മറ്റെല്ലാവരും വെടിയേറ്റ് മരിക്കുകയായിരുന്നു. ഇവിടെ ഈ 7 പേരിൽ ഒരാളെ പോലും ഇപ്പോൾ ഈ റിപ്പോർട്ട് തയ്യാറാകുന്നത് വരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. പക്ഷേ
ഒരുപക്ഷെ അവർ സുരക്ഷാ സേനയുടെ വലയിലായിട്ടുണ്ടാകാം, പിടിയിലായിട്ടുണ്ടാകാം, അത് വെളിയിൽ പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ, ചോദ്യം ചെയ്യുന്നുണ്ടാകാം, നമുക്കറിയില്ല. കാരണം അത് അതീവ രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളാണ്. ഇനി പിടിയിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവരെ ചോദ്യം ചെയ്ത് അവരുടെ നാഷണാലിറ്റി ഉദ്ദേശം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കും. അത് ഇന്ത്യക്ക് സംശയമൊന്നുമില്ല, ഇത് ഇന്ത്യക്ക് സംശയമുള്ളതുകൊണ്ടല്ല, മറിച്ച് ലോകത്തിന് മേൽ വ്യക്തമായ തെളിവ് ഹാജരാക്കാൻ വേണ്ടിയാണ്. അതിനുള്ള പ്രധാന കാരണം ലോകത്തിൻ്റെ ഭാഗത്ത് നിന്ന് ജലവുമായി ബന്ധപ്പെട്ട ഒരു ട്രീറ്റി, പ്രത്യേകിച്ചും വേൾഡ് ബാങ്ക് ഇടപെട്ട ഒരു ട്രീറ്റി, അത് ഏകപക്ഷീയമായി പിൻവലിക്കപ്പെടുമ്പോൾ, മരവിപ്പിക്കപ്പെടുമ്പോൾ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ സെൻറ്റിമെൻറ്റ് ഉണരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ട് ഭാരതം ചെയ്തു എന്ന് വ്യക്തമായ പാകബന്ധം അവിടെ സ്ഥാപിക്കേണ്ടതുണ്ട്. ഇതൊരു ധാർമ്മികമായ ആവശ്യമാണ്, നിയമപരമായ ഒബ്ലിഗേഷനൊന്നുമില്ല. ഇന്ത്യ പരമാധികാര രാജ്യമാണ്, ഇന്ത്യ തീരുമാനിച്ചാൽ തീരുമാനിച്ചതാണ്. അതിന് വേൾഡ് ബാങ്ക് എന്നല്ല ആര് വന്നാലും ശരി, ഇന്ത്യയുടെ തീരുമാനം അന്തിമമാണ്. പക്ഷേ നമുക്ക് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ ഗുഡ്വിൽ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള നീക്കങ്ങൾ നടക്കുന്നത്. അതാണ് ഒരു റെസ്പോൺസ്, ഈ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു റെസ്പോൺസ്. പിന്നെ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് ഈ ഗ്ലോബൽ ലീഡേഴ്സ്, അവർ ഇപ്പോൾ കാനഡ പ്രൈം മിനിസ്റ്റർ ഉൾപ്പെടെ, ജസ്റ്റിൻ ട്രൂഡോ, മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഉൾപ്പെടെ, അതുപോലെ കനേഡിയൻ നേതാക്കൾ ഉൾപ്പെടെ വളരെ വൈകിയാണ് ഇതിൻ്റെ ഭീകരത മനസ്സിലാക്കി പ്രതികരിച്ചത് എന്നോർക്കണം. അതുകൊണ്ട് പരമാവധി രാജ്യങ്ങളുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ ഒരുമിച്ച് നിർത്തി ഇന്ത്യ അനുകൂലമായ ഒരു വികാരം സൃഷ്ടിക്കുക എന്നാണ് രണ്ടാമത്തെ. ഇതെല്ലാം നയതന്ത്ര തലത്തിൽ ഒതുങ്ങുന്ന കാര്യങ്ങളാണ്. ഇനിയാണ് ഒരിക്കലും പ്രഖ്യാപിക്കാൻ സാധ്യതയില്ലാത്തതും എന്നാൽ നടന്നു കഴിയുമ്പോൾ ലോകമറിയുന്നതുമായ കാര്യമാണ് ഏറ്റവും പ്രധാനം. നമുക്ക് രണ്ട് അനുഭവങ്ങളുണ്ട്. പാകിസ്ഥാൻ്റെ അതിർത്തി കടന്ന്, നിയന്ത്രണ രേഖ കടന്ന് കയറി ആക്രമണം നടത്തിയ രണ്ട് രംഗങ്ങളെങ്കിലുമുണ്ട്. ഒന്ന് 2016 അന്ന് നടത്തിയ ഭീകരാക്രമണം, ഉറിയിൽ നടത്തിയ ഭീകര ആക്രമണം, അത് സൈനിക പോസ്റ്റിന് നേരെ നടന്ന ഭീകരാക്രമണം. അതിനുശേഷം ഇന്ത്യ പാകിസ്ഥാൻ മണ്ണിൽ 1-2 കിലോമീറ്ററോളം കടന്നു കയറി പാകിസ്ഥാൻ്റെ പോസ്റ്റുകളെ, സൈനിക പോസ്റ്റുകളെ മാത്രമല്ല ടെറർ പോസ്റ്റുകളെ ഉൾപ്പെടെ ആക്രമിച്ചൊരു കമാൻഡോ ഓപ്പറേഷനിലൂടെ ആക്രമിച്ച് കാര്യമായ നാശനഷ്ടമുണ്ടാകാതെ സൈന്യം, കമാൻഡോകൾ തിരിച്ചെത്തിയ ഒരു ഇതിഹാസ ചരിത്രമുണ്ട്, പശ്ചാത്തലമുണ്ട്. അതിനേക്കാൾ കൂടുതൽ ആഘോഷിക്കപ്പെടുന്നത് പുൽവാമയ്ക്ക് ബദലായി അതിനുശേഷം നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക്, അത് ഏറിയൽ സ്ട്രൈക്കാണ്. പുൽവാമയ്ക്ക് ബദലായി നടത്തിയ ബാലാക്കോട്ട് ആക്രമണമാണ്. തീവ്രവാദികളുടെ, ഭീകരരുടെ ട്രെയിനിങ് ക്യാമ്പുകൾ തിരഞ്ഞുപിടിച്ച് ആക്രമിച്ച് നമ്മുടെ വിമാനങ്ങൾ തിരിച്ചു വരികയും ഒരു വിമാന പൈലറ്റ് അഭിനന്ദൻ വർദ്ധമാൻ താഴെ വീണ് പാരച്യൂട്ടിൽ ചാടി താഴെ എത്തുകയും പാകിസ്ഥാനോട് ശക്തമായി വിലപേശി വിരട്ടി എന്ന് വേണമെങ്കിൽ പറയാം. അഭിനന്ദൻ വർദ്ധമാനെ ഇന്ത്യ തിരിച്ചെത്തിച്ചു. അതുകൊണ്ട് ഭാരതം ഏതറ്റം വരെ വേണമെങ്കിലും പോകാൻ മടിക്കില്ല. കായികമായ, ഫിസിക്കലായ കൊയർഷൻ അതിന് മടിക്കില്ല എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിലെ ഒരു നയം മാറ്റം സൂചിപ്പിക്കുന്നത്. അങ്ങനെ വന്നാൽ യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ഉൾപ്പെടെ സജ്ജമായിരിക്കും. പാകിസ്ഥാൻ്റെ ഇപ്പോൾ തന്നെ പാകിസ്ഥാൻ ഈ കടന്നു കയറി ഇന്ത്യ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, കഴിഞ്ഞ 3 മാസമായി പാകിസ്ഥാൻ്റെ അതിർത്തി പ്രദേശത്ത്, ഇന്ത്യൻ അതിർത്തിയുടെ അപ്പുറത്ത് പാകിസ്ഥാൻ പ്രദേശത്ത് കുഴിബോംബുകൾ വലിയ രീതിയിൽ ഹെക്ടർ കണക്കിന് സ്ഥലത്ത് കുഴിബോംബുകൾ സ്ഥാപിക്കുന്ന ഒരു തിരക്കിലായിരുന്നു. ഇന്ത്യൻ സൈന്യം ടാങ്കുകൾ ഉപയോഗിച്ചോ അല്ലാതെയോ അവിടേക്ക് ഇരച്ചു കയറുന്ന ഇടങ്ങളിൽ, സാധ്യതയുള്ള ഇടങ്ങളിലെല്ലാം തന്നെ കുഴിബോംബുകൾ വിതറുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ നിന്നും ഒരു സൈനികമായ ആക്രമണം, ഒരു അടിക്ക് തിരിച്ചടി സൈനികമായി വന്നാൽ, കരമാർഗം വന്നാൽ പ്രതിരോധിക്കാനുള്ള സംവിധാനമാണ് എന്ന് ഇന്ത്യ മുൻകൂട്ടി തന്നെ തിരിച്ചറിഞ്ഞതുമാണ്. ഈ വൻതോതിലുള്ള സെക്യൂരിറ്റി ബീഫിങ്ങും ഒരുക്കങ്ങളും കാണുമ്പോൾ നമുക്കറിയാം എന്തോ വരാനിരിക്കുന്നു എന്ന്. അതുപോലെ തീർച്ചയായും നമുക്ക് മുൻകൂട്ടി പ്രഖ്യാപിക്കാനൊക്കില്ല ഇന്ന ദിവസം ഇത്ര സമയത്ത് ഒരു ഏറിയൽ അറ്റാക്ക് ഉണ്ടാകും. അത് പ്രഖ്യാപിക്കാനൊക്കില്ല. കാരണം സർപ്രൈസാണ്. ഏത് സൈനിക നീക്കത്തിൻ്റെയും പ്രധാനപ്പെട്ട ഒരു ഫോർമുല, സൂത്രവാക്യം എന്ന് പറയുന്നത് സർപ്രൈസ് എലമെൻ്റാണ്. എനിമി ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇടത്ത്, സ്ഥലത്ത്, സമയത്ത് ആക്രമണം നടത്തുക. അതുതന്നെയാണ് ഭീകരർ ഇന്ത്യക്കെതിരെ ചെയ്തതെന്ന് ഓർക്കണം. അപ്പം അതുകൊണ്ട് ആ ഒരു ആസ്പെക്റ്റ് ഇന്ത്യ രഹസ്യമായി വെക്കും. ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാകും, ഓ ഇതാണ് ഇന്ത്യ കരുതി വെച്ചിരുന്ന വജ്രായുധം എന്ന് മനസ്സിലാകും. കാരണം ഇന്ത്യയിൽ ഗവൺമെൻറ് അടങ്ങിയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യയുടെ ജനങ്ങളുടെ ഭാഗത്ത് ഉള്ള അതിശക്തമായ ഒരു പ്രതിഷേധം, ഒരു വികാരം, അത് പാക് വിരുദ്ധം എന്ന രീതിയിലല്ല,
മറിച്ച് ഭീകരതയോട് സന്ധി ചെയ്യാനാവില്ല. അതിനെ മറുപടി കൊടുക്കുക തന്നെ വേണം. കൊടുക്കുമ്പോൾ അത് മാതൃകാപരവും ശക്തവും ശാശ്വതവുമായിരിക്കണം എന്ന നിശ്ചയമാണ്. അത് ഗവൺമെൻറ് തീർച്ചയായിട്ടും ജനങ്ങളുടെ കളക്റ്റീവ് ഇച്ഛാശക്തി അനുസരിച്ച് മാത്രമേ ഒരു ഗവൺമെൻറ്റിന് ആത്യന്തികമായി മുന്നോട്ട് പോകാനൊക്കൂ. ഭൂരിപക്ഷം ഉണ്ട് എന്നത് സാങ്കേതികമായ അർത്ഥത്തിൽ മാത്രമാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഉറപ്പ് നൽകാനും ഭാവിയിൽ ഇതുമാതിരിയുള്ള ആക്രമണങ്ങൾ പ്രതിരോധിക്കാനും അല്ലെങ്കിൽ ഒഴിവാക്കാനുമുള്ള ഏറ്റവും നല്ല മാർഗമെന്ന് പറയുന്നത് അതിശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന ഭയമാണ്. സാധാരണ കൊച്ചുകുട്ടികൾ ഈ ഹോംവർക്ക് കൊടുത്താൽ എഴുതിക്കൊണ്ട് വരണമെന്ന ഡ്യൂട്ടി ബൗണ്ട് ചിന്തയുള്ളവരുണ്ട്. ഇല്ലാത്തവർ അടി പേടിച്ചാണ്. പിറ്റേന്ന് രാവിലെ ക്ലാസ്സിലെത്തുമ്പോൾ മുൻകാലങ്ങളിലൊക്കെ ചൂരൽ കഷായം പ്രയോഗിക്കുമായിരുന്നു. അത് പേടിച്ചാണ്. ഇങ്ങനെയുള്ള തിരിച്ചടി ചെയ്യാതിരുന്നാൽ ഉള്ള തിരിച്ചടി, അല്ലെങ്കിൽ വേണ്ടാത്തത് ചെയ്താൽ ലഭിക്കുന്ന തിരിച്ചടി, അതൊരിക്കൽ ലഭിച്ചവർ മാത്രമേ മനസ്സിലാകൂ അതിൻ്റെ വേദന. നമുക്ക് ഇന്ത്യക്കത് വേദന മനസ്സിലായി. ഇന്ത്യക്ക് വേദനയുണ്ട്. ഇന്ത്യക്ക് വേദനയെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ പറയുന്നു. പാകിസ്ഥാനിൽ ഒരുപക്ഷെ രഹസ്യമായി പറയുന്നതാണ്. പരസ്യമായി പാകിസ്ഥാൻ ഒരു കണക്ഷനും പറയുന്നില്ല. ബലൂചിസ്ഥാനിലും അതുപോലെ ഖൈബർ പഖ്തൂൺഖ മേഖലയിലും ഇന്ത്യ നടത്തുന്ന നീക്കങ്ങൾ എന്ന് പാകിസ്ഥാൻ കരുതുന്ന ആ നീക്കങ്ങൾക്കുള്ള തിരിച്ചടിയായി പാകിസ്ഥാൻ സ്വയം കരുതുന്ന ഒരു ആക്രമണമാണല്ലോ നടന്നത്. അവർ പുറത്ത് പറഞ്ഞില്ല എങ്കിൽ പോലും. അപ്പോൾ ഇന്ത്യക്ക് എത്രത്തോളം വേദനിക്കുമെന്നറിയാം. കാരണം സെലക്ട് ടാർഗറ്റ്സാണ്. ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള സഞ്ചാരികളാണ്. അവർ കാശ്മീർ കാണാൻ വന്നവരാണ്. പക്ഷേ പാകിസ്ഥാൻ കൊടുക്കുന്ന നറേറ്റീവ്സ്, ഭീകരർ കൊടുക്കുന്ന നറേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ അവർ കാശ്മീരിൻ്റെ മണ്ണ് കവരാൻ വന്നവരാണ്. ഓരോ വർഷവും 85,000 പേര് വന്ന് അവിടെ അങ്ങ് സെറ്റിൽ ചെയ്യുകയാണെന്നാണ് പറയുന്നത്. അതൊന്നും സ്ഥിതിവിവരക്കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ശരിയല്ല. പക്ഷേ ആ വ്യാജ പ്രചരണമാണ്. ഇതെല്ലാം സാധിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള സ്ട്രൈക്കുകൾ നടക്കണം. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രൈക്കുകൾ നടക്കും. ഇപ്പം ഈ വീഡിയോയുടെ പ്രധാന ഇതിവൃത്തമായി പറഞ്ഞിരുന്നത് ഒന്നുകൂടെ ചുരുക്കുകയാണ്. ഇന്ത്യ എടുത്ത തീരുമാനങ്ങൾ, നയതന്ത്രമായ തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചു. അതിനെക്കുറിച്ചുള്ള വിവരണവും വിശകലനവും ഇനി ചെയ്യാൻ സാധ്യതയുള്ള സൈനികമായ നീക്കങ്ങളെക്കുറിച്ചുള്ള വരും രാഴികളും ഗ്ലോബൽ കമ്മ്യൂണിറ്റിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്ത്യ നടത്തുന്ന സൈലൻ്റായ ഓപ്പറേഷൻസുമായിരുന്നു ഈ വീഡിയോയുടെ ഇതിവൃത്തം.